സൗദി അറേബ്യയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ 5 ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ തകർന്നതായി റിപ്പോർട്ട്. വാൾസ്ട്രീറ്റ് ജേണലും റോയിട്ടേഴ്സുമാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായെത്തിയ വ്യോമസേനാ വിമാനങ്ങളാണ് തകർക്കപ്പെട്ടത്. 2 ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ആദ്യം അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലാണിത് റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ട വിവരമോ മറ്റ് നാശനഷ്ടങ്ങളുടെ വിവരമോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായെത്തിയ KC-135 സൈനിക വിമാനം ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പ് തകർത്തതിന് പിന്നാലെ നടന്ന ഈ സംഭവം അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെന്റഗണെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തരം ഇന്ധനം നിറയ്ക്കുന്ന ഒരു വിമാനത്തിന് ഏകദേശം 1400 കോടിയിലധികം വില വരുന്നതാണ്. അങ്ങനെ കണക്കാക്കിയാൽ തകർക്കപ്പെട്ട വിമാനങ്ങളിലൂടെ 8400 കോടിയിലധികമാണ് ഒറ്റയടിക്ക് അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ബോയിങ് നിർമ്മിച്ച KC-135 സ്ട്രാറ്റോ ടാങ്കർ ആദ്യമായി അമേരിക്കൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചത് 1950കളുടെ അവസാനത്തിലാണ്. ആകാശത്ത് വച്ച് കൂടുതൽ നേരം പറന്നുകൊണ്ട് തന്നെ മറ്റ് വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാൻ സാധിക്കുന്നതിനാൽ യുദ്ധമേഖലയിൽ ഇത്തരം വിമാനങ്ങൾ അമേരിക്കയെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഇറാനുമായി ബന്ധപ്പെട്ട നിലവിലെ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ ഈ ടാങ്കർ വിമാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചു വരുന്നത്. അതേസമയം ഇറാഖിന് മുകളിൽ തകർന്നു വീണ US സൈനിക വിമാനം KC-135 ഉണ്ടായിരുന്ന 6 പേരിൽ 4 പേർ മരിച്ചതായി US തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായ സൈനിക വിമാനമാണ് തകർന്നത്. എന്നാൽ വിമാനം തകർന്നത് ആക്രമണത്തിൽ അല്ലെന്ന US സെൻട്രൽ കമാൻഡിന്റെ വാദം തള്ളി ഇറാൻ രംഗത്തെത്തിയിരുന്നു. US വിമാനം തങ്ങൾ തന്നെ തകർത്തതാണെന്നാണ് IRGCയുടെ വാദം. KC-135 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ വിമാനം ഒരു USന്റെ വിശ്വസ്ത ഉപകരണമായാണ് കണക്കാക്കപ്പെടുന്നത്. US വ്യോമസേനയുടെ ഒരു സുപ്രധാന വിമാനമാണ് KC-135 സ്ട്രാറ്റോ ടാങ്കർ. മറ്റ് വിമാനങ്ങൾക്ക് പറക്കുന്നതിനിടയിൽ ഇന്ധനം നിറയ്ക്കുന്നതിനാണ് KC-135ന്റെ ദൗത്യം. ഇതോടെ വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനും നിലത്തിറങ്ങാതെ തന്നെ ദൗത്യങ്ങളിൽ ഏർപ്പെടാനും കഴിയും. പരിക്കേറ്റവരെ മാറ്റുന്നതിനും നിരീക്ഷണ ദൗത്യങ്ങൾക്കുമായും ഈ വിമാനം ഉപയോഗിക്കാറുണ്ട്. ബോയിങ് 707 യാത്രാ വിമാനത്തിന്റെ അതേ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ ടാങ്കർ വിമാനം 60 വർഷത്തിലേറെയായി സേവന രംഗത്തുണ്ട്. US എയർഫോഴ്സ്, നേവി, മറൈൻ കോർപ്സ് എന്നിവയ്ക്കും സഖ്യകക്ഷികളുടെ വിമാനങ്ങൾക്കും സേവനം നൽകുന്നു. അതേസമയം അടുത്ത തലമുറ KC-46A പെഗാസസ് ടാങ്കറുകൾ സജ്ജമാകുന്നതോടെ പഴക്കമേറിയ ഈ വിമാനങ്ങളെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഈ വിമാനങ്ങളിൽ അവസാനത്തേത് നിർമ്മിച്ചത് 1960കളിലായിരുന്നുവെന്നാണ് ദക്ഷിണ കൊറിയയിലെ അസാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോളിസി സ്റ്റഡീസിലെ സുരക്ഷാ വിദഗ്ധർ പറയുന്നത്. KC-46Aയിലേക്കുള്ള മാറ്റം പ്രതീക്ഷിച്ചതിലും സാവധാനത്തിലാണ് പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ വർഷം വ്യോമസേനയുടെ പക്കൽ 376 KC-135 വിമാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അമേരിക്കയിലെ കോൺഗ്രഷണൽ റിസർച്ച് സർവീസസിന്റെ കണക്കുകൾ. ഇതിൽ 151 എണ്ണം സജീവ സേവനത്തിലും 163 എണ്ണം എയർ നാഷണൽ ഗാർഡിലും 62 എണ്ണം എയർഫോഴ്സ് റിസർവിലുമാണ്. 3 പേരാണ് KC-135 ക്രൂവിൽ പൊതുവെ ഉണ്ടാവുക. പൈലറ്റ്, കോ പൈലറ്റ്, ബൂം ഓപ്പറേറ്റർ എന്നിവരാണവർ. മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒഴിപ്പിക്കൽ ദൗത്യങ്ങളിൽ നഴ്സുമാരെയും മെഡിക്കൽ ടെക്നീഷ്യന്മാരെയും അധികമായി ഉൾപ്പെടുത്താറുമുണ്ട്. ചില KC-135 വിമാനങ്ങൾക്ക് അവയുടെ ചിറകുകളിലുള്ള പോഡുകൾ ഉപയോഗിച്ചും മറ്റ് വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ സാധിക്കും. ഇറാൻ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകൾ US-ന് ആവശ്യമാണെന്നും പറയപ്പെടുന്നു. അതേസമയം ഇറാഖിലെ US എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. എംബസി സമുച്ചയത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതായി റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ശനിയാഴ്ച രാവിലെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിന് പിന്നാലെ US നയതന്ത്ര കാര്യാലയത്തിന് മുകളിൽ കറുത്ത പുക ഉയർന്നതായി റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.